എങ്ങോട്ടാ? എനിക്കും പ്രസാദം തൊട്ട് വന്നിട്ട് പോയാൽ മതി. വഴിയിൽ നിന്ന് മാറി, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? മാറാനാണ് പറഞ്ഞത്. ഡീ നിക്ക്, നിന്റെ മനസ്സിലിപ്പോ നടക്കില്ല. നീ അവന് സമാധാനമായിട്ട് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. അയ്യോ, ഉണ്ണേട്ടിനെ ഒന്നും ചെയ്യരുത്. ഉണ്ണേട്ട പാവ. അവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും, സൂക്ഷിച്ചോ. ആ ചേച്ചിയോ, എന്തുണ്ട് വിശേഷം? ഓ, വിശേഷമൊന്നുമില്ലടി. നീ എവിടെ പോന്ന്? അപ്പുറം വരെ പോയി. ചേച്ചി, എന്റെ ചേട്ടന്റെ മോക്കെ നല്ല ആലോചന വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. പറയാം, എന്തോന്ന് വെച്ചാൽ ഇതിനാ തൊട്ടിട്. ഞാൻ വാട്സാപ്പിൽ ഫോൺ നമ്പറും ഫോട്ടോയും ഇട്ടേക്കാം. ആ, ഇട്ടിട്ടുണ്ട് ചേച്ചി, കേട്ടോ, നോക്കിക്കോണേ. ആ, കിട്ടി. ചേച്ചി, പിന്നെ നമ്മൾ അടുത്തൊരു കൊച്ചുണ്ടേ, അതിനോട് പറ്റുന്ന എന്തേലും ഒരു ആലോചന ഉണ്ടെങ്കിൽ നോക്കണേ. ശരി ചേച്ചി. ആ, ശരി. അമ്മേ, ഞാൻ പുറത്തോട്ടൊന്ന് പോവാ. എവിടൊക്കെ? ജഗദീഷിന്റെ വീട്ടിലോട്ടാണോ? ആനയടി ഉത്സവത്തിന് പോട്ടെ. ആ, മോനെ എളുപ്പം ചെല്ലേ, ജഗദീഷ് അവിടെ തിരക്കിയിരിക്കുക. ആണോ? പോട്ടെ അച്ഛൻ. ഇവനെങ്ങനെ കയറൂരി വിട്ടാ മതിയോ? പെണ്ണ് കെട്ടിക്കണ്ടായോ? എല്ലാത്തിനും ഒരു സമയമുണ്ട് ലക്ഷ്മി. നിങ്ങളിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ശരിക്കും ഉഷാറായിട്ട് മോന്റെ കാര്യം നോക്കണം. അവന്റെ കൂട്ടുകാർക്കെല്ലാം 2 പിള്ളേരും ഇതുമായി. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവന്റെ സമയം വെച്ച് നോക്കുമ്പോൾ 48 മണിക്കൂർ കഴിയണം. പിന്നെ നല്ല സമയമാകും കുമാരാ. ഇത് അവന്റെ ജാതകം നോക്കി കണയാര് പറഞ്ഞതാ കുമാരാ. ആ, ശരി 48 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഞാനൊന്നും പറയുന്നില്ല. അച്ഛനായി മോനായി. ഞാൻ പുറത്തോട്ട് പോവാ. സാധനം എന്തെങ്കിലും വാങ്ങിക്കണം. ആ, പച്ചക്കറി മേടിക്കണം. ആ, എന്നാ സഞ്ചി എടുക്കുമ്പോ. കുമാര, ഞാൻ വരുമ്പോഴത്തേനെ പറമ്പ് വൃത്തിയാക്കണേ. ആ, ശരി. അറിയിക്കുകയാണ്.
പൊന്നുമ്മ ഞാൻ പോയി വള വാങ്ങിച്ചിട്ട് വരാം. ദൈവമേ, എന്താ? ഒരു കാര്യം പറയാനുണ്ട്. പൊന്നുമ്മ കൂടെ ഉണ്ട്, വേഗം പറ. എന്താ താമസിച്ചത്? ഒരു പരുവത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ പൊന്നുമ്മ അച്ഛൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് പറ, എനിക്ക് പോണം. എനിക്കിഷ്ടമായി, എന്നെ ഇഷ്ടമാണ്. പറയാതെ ഞാൻ വിടില്ല. എൻ്റെ ദോഷജാതകമാണെന്നാണ് കണിയാര് പറഞ്ഞത്. എന്നെ രണ്ടുപേര് പെണ്ണ് കാണാൻ വന്നിരുന്നു. പക്ഷേ എപ്പോ? എന്നിട്ട്? രണ്ടു കൂട്ടർക്കും ആക്സിഡന്റ് പറ്റി, വരാൻ പറ്റിയില്ല. ഭാഗ്യം. ആക്സിഡന്റ് പറ്റിയതോ? അല്ല, എൻ്റെ ഭാഗ്യം. ആട്ടെ, എവിടെ വീട്? അയ്യടാ, അത് ഞാൻ പറയില്ല. അന്ന് അപ്പച്ചനെ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മളെ കണ്ടത്. ഞാൻ ദേവൂട്ടിന്ന് വിളിച്ചോട്ടെ? അങ്ങനെയാണോ? അപ്പൊ ഞാൻ ഉണ്ണിയേട്ടാന്ന് വിളിക്കാം. എന്നാ എന്നോട് പറ. എന്ത്? എനിക്കിഷ്ടമായി ഒരുപാട്. എന്താ താമസിച്ചേ? വള വാങ്ങാൻ പോയി. നല്ലയാളാ, നീ എന്നെ വിളിക്കാൻ ഇങ്ങ് പോന്നു. അത് പിന്നെ നിന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ? എത്ര പ്രാവശ്യം ഫോൺ ചെയ്ത്? എവിടെ പോയി കിടക്കുമായിരുന്നു? ഫോൺ എടുക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫ്. പിന്നെ ഞാനെന്ത് ചെയ്യും? പോടാ, നീ എന്നെ ഒഴിവാക്കിയതല്ലേ, എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടു നിന്റെ ചുറ്റിക്കളി. ഏതാ ആ പെണ്ണ്? എടാ, വെറുതെ ഏടാവർത്തനം പോയി ചാറണ്ട, പറഞ്ഞില്ലെന്ന് വേണ്ട. നിനക്കറിയൂ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ. 48 മണിക്കൂറിനകം അത് നടക്കും. ഇത് സത്യം. ഏത്? ബാ, നിനക്ക് മുളക് ബജ്ജി വാങ്ങിച്ചു തരാം. ഇതങ്ങ് മുളക് വെച്ച് ഒതുക്കാന്ന് വിചാരിക്കണ്ട, നീ ഇങ്ങോട്ട് വന്നേ. എന്താ വിനു, നീ എന്താ കണ്ടിട്ടും കാണാതെ പോകുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ? വഴിന്ന് പറഞ്ഞ എനിക്ക് മാർഗദാസം ഉണ്ടാക്കുന്ന വെച്ചേക്കത്തില്ല. പറഞ്ഞു മനസ്സിലായടാ? നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, ഒന്നും അറിയാത്ത പോലെ പഞ്ചപാവം. ഒന്ന് പോടാ. ഇവനിത് എന്തു പറ്റി? എന്താ താമസിച്ചേ? ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. ദേവൂട്ടി, നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയാലോ? അയ്യടാ, അതിന് വേറെ ആളെ നോക്കണം. വീട്ടുകാരെ അറിഞ്ഞിട്ടുള്ള കറക്കമൊക്കെ മതി. എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ദേവൂട്ടി പറഞ്ഞതാ ശരി. എന്തായാലും 48 മണിക്കൂറിനുള്ളിൽ ഞാൻ വരും. സത്യമാണോ? എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും. ഞാൻ വന്നില്ലെങ്കിൽ മരിച്ചതായി കണക്കൂട്ടി. അയ്യോ, അങ്ങനെ പറയരുത്. ഉണ്ണേട്ടിന് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ഉണ്ണേട്ടിനൊന്ന് കണ്ണടച്ചേ. എന്തുവാടാ? തിരക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ 48 മണിക്കൂറിനുള്ളിൽ എല്ലാം തകിടം മറിഞ്ഞു. 48 മണിക്കൂറോ? അതെ. ഇതെനിക്കുള്ളതാണ്, മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നീ ഇങ്ങനെ വെള്ളമിറക്കിയിരുന്നോ? ഇതാ മകേഷിന്റെ പെണ്ണ.
ആനടി ഉത്സവത്തിനെ ഞാൻ രണ്ടുപേരെ അവിടെ വെച്ച് കണ്ടായിരുന്നു. 48 മണിക്കൂറിനകം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എല്ലാം ഇല്ലാതാക്കാൻ എനിക്ക് 48 മണിക്കൂറൊന്നും വേണ്ട, നിമിഷങ്ങൾ മാത്രം മതി. നീ താക്കോലിങ് എടുക്കടാ. ഡാ പോവല്ലേടാ, ഡാ നിക്ക് പറയട്ടെ. ഇതാര് മഹേഷോ? ആ എന്താ ചേച്ചി അവിടെ ഒരു ആൾക്കൂട്ടം? മഹേഷ് ഒന്നും അറിഞ്ഞില്ലേ? എന്താ? അവിടുത്തെ കുട്ടി ആത്മഹത്യ ചെയ്തു. 48 മണിക്കൂർ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡിയും കൊണ്ടുവന്ന് അടക്കവും കഴിഞ്ഞ്. ഏത് കുട്ടി? ദാ ഈ കുട്ടി. ഈ കുട്ടിയോ? അതെ സത്യമാണോ രമണി ചേച്ചി? അതെ മോനെ. മഹേഷ് അറിയോ?